ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരായെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ കേട്ടോ. ഇന്ന് നമുക്ക് അടുക്കള വിശേഷങ്ങളൊന്നും ഇല്ല. ഇന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ നടന്ന ഒരു സംഭവത്തിൻ്റെ കാര്യവും അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കേട്ടോ. ഒന്നും പറയണ്ട ഇല്ലേ മോളെ. ആ ഒരു വലിയ സംഭവമൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ നമ്മൾ മണ്ണടി അമ്പലത്തിൽ പോയി കേട്ടോ. രാവിലെ അന്നേരം ഒത്തിരി നമുക്ക് കുറച്ച് പൂജയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നടത്തണമായിരുന്നു. ഇപ്പോൾ അവിടെ സപ്താഹം നടക്കുവാണ് കേട്ടോ. നിങ്ങളറിയാതെ ഞാൻ നമ്മുടെ വീട്ടിലൊന്ന് പോയായിരുന്നു ഒരു ദിവസം രാത്രിയിൽ. ഞാൻ പറയത്തില്ലേ വീട്ടിൽ പോകണമെന്നൊക്കെ, വീട്ടിൽ പോയിട്ട് ഒത്തിരി നാളായി എന്നൊക്കെ ഞാൻ പരാതി പറയത്തില്ലേ. എനിക്ക് എന്നാ മോളെ അത് പോയത്? ഏത് ദിവസമായിരുന്നു പോയത്? നമ്മുടെ വീട്ടിൽ പോയിരുന്ന എന്നായിരുന്നു? എന്തായാലും 2-3 ദിവസമായി. പെട്ടെന്ന് ഞങ്ങളൊന്ന് പോയിട്ട് സന്ധ്യയ്ക്ക് 8:30 പോയപ്പോൾ പിന്നെ തിരിച്ചു വന്നപ്പോൾ ഒരു 10 മണിയൊക്കെ ആയി കേട്ടോ. അത്രയും സമയം ഞാൻ നിന്നോളൂ. മക്കൾക്ക് പിറ്റേന്ന് രാവിലെ സ്കൂളിലൊക്കെ പോകണമല്ലോ. അങ്ങനെ പെട്ടെന്ന് പോയിട്ട് എല്ലാവരെയും പോയി ഒന്ന് കണ്ടു. അന്ന് അങ്ങോട്ട് പോയപ്പോൾ നമ്മുടെ മണ്ണടി അമ്പലത്തിൽ സപ്താഹം നടക്കുന്നൊക്കെ ഇതൊക്കെ വെച്ചേക്കുന്നു. ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പോയി തൊഴണം എന്നൊക്കെ. നമ്മൾ നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിൽ സപ്താഹം നടക്കുന്നത് കൊണ്ട് നമ്മൾ അവിടെ ആയിരുന്നല്ലോ. ഞാൻ പറഞ്ഞു ഇന്ന് നമുക്ക് ഞായറാഴ്ചയല്ലേ, നമുക്ക് അവിടെയൊക്കെ പോയി തൊഴുതിട്ട് വരാം. അമ്മയെ പോയി കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചു കേട്ടോ. ചെന്ന സമയം നല്ല സമയമായിരുന്നു. 11:30 നമുക്ക് മണ്ണടി അമ്പലത്തിൽ പൂജ കേട്ടോ, ദീപാരാധനയൊക്കെ. ആ സമയത്താണ് ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് പ്രാർത്ഥിച്ച് തൊഴുത് അമ്മയെ കണ്ടു കേട്ടോ. അമ്മ വെച്ച് നമ്മൾ ഇങ്ങനെ നോക്കിയ അമ്മയെ തൊഴുത് കേട്ടോ. ചില അമ്പലത്തിൽ നമ്മൾ നേരെ ഇങ്ങനെ ചെന്നല്ലേ തൊഴുന്നത്. ആ കുഞ്ഞുനാൾ മുതലേ എനിക്കൊരു അത്ഭുതമായിരുന്നു. നമ്മുടെ മണ്ണടി അമ്മയെ പോയി കാണുമ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കും കേട്ടോ. ഞാൻ ഇന്ന് ചെന്ന് ആ പടി 7 പടി, നല്ല പൊക്കത്തിലുള്ള പടി കേട്ടോ. ഇന്ന് ഞാൻ ചെന്ന് നിന്ന് തൊഴുത്. എന്ന് വെച്ചാൽ ഇപ്പോഴാണ് എനിക്കൊരു അറിവൊക്കെ വെളിവൊക്കെ വന്നത് കേട്ടോ. ഇന്ന് ഞാൻ ചെന്ന് അമ്മയെ ഇങ്ങനെ എല്ലാം തൊഴുത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒന്ന് നോക്കി ആ എണ്ണമൊക്കെ ഒന്ന് എടുത്ത് പടിയിൽ. 7 പടിയുണ്ട്. ഇങ്ങനെ നമ്മൾ നിന്ന് അമ്മയെ തൊഴുത് കേട്ടോ. നല്ല രസമായിട്ടോ. നിങ്ങളൊക്കെ വന്നിട്ടുണ്ടോ മണ്ണടി അമ്പലത്തിലെ? പേര് കേട്ടൊരു അമ്പലമാണ്. നമ്മുടെ കുഞ്ഞു നാളിലെ, എനിക്കറിയത്തില്ല എന്തൊക്കെയാണ് പഠിച്ചതെന്ന്. മണ്ണടി അമ്പലത്തിന് ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കറിയത്തില്ല. നമ്മുടെ കലച്ചേച്ചി ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണുവാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. കമൻറ്റിൽ കൂടിയൊക്കെ ഒന്ന് അറിയിക്കണേ. മലയാളം MA ആയിരുന്നെന്ന് തോന്നുന്ന ആൾ. അതുകൊണ്ടാണ് ഇങ്ങനെ കുനു എല്ലാവരുടെയും വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുമ്പോഴും ഒത്തിരി ആൾ എഴുതി കൂട്ടിയൊക്കെ ചെയ്യുന്നുണ്ട്. MA മലയാളമായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. ആരും കലച്ചേച്ചി പറയണേ. ഇവരോട് ചോദിച്ചാൽ ഇപ്പോൾ അറിയത്തില്ല. ഇവർ ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികളാണ്. സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയൊക്കെ ആണെങ്കിൽ പിള്ളേരങ്ങനെ മലയാളം പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഓർമ്മയില്ല കേട്ടോ. ചരിത്ര പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് മണ്ണടി അമ്പലം. വേലിത്തമ്പി അന്നൊക്കെ പഠിച്ചത് എങ്ങനെയായിരുന്നു? വേലിത്തമ്പി തളവ. നിങ്ങൾ അങ്ങനെയായിരുന്നു പഠിച്ചത്? ഞാൻ പഠിച്ചത് ഇങ്ങനെയായിരുന്നു, വേലിത്തമ്പി തവള. പിന്നെ ഇച്ചിരി അറിയാറായി വന്നപ്പോഴാണ് അത് വേലിത്തമ്പി ദളവായിരുന്നെന്ന്. നമുക്കിവിടെ വേറൊരു ഇതുപോലൊക്കെ ഉണ്ട്. അവിടെ മ്യൂസിയം ഒക്കെ ഉണ്ട്. പക്ഷെ ഇതുവരെ ഞാൻ പോയി കണ്ടിട്ടില്ല കേട്ടോ. നമ്മളങ്ങോട്ട് പോകുന്നിടത്ത് അവിടെ മ്യൂസിയം ഒക്കെ ഉണ്ട്. ഇന്നാളെ ഇവർ പറഞ്ഞു നമുക്കൊന്ന് പോയി കാണണേ അമ്മ. അവിടെ പുള്ളിക്കാരൻ്റെ വേലുത്തമ്പി ദളവേടയോ ഒക്കെയോ കാര്യങ്ങൾ അവിടെ ആ മ്യൂസിയത്തിലുണ്ട് കേട്ടോ. ഇനി എപ്പോഴെങ്കിലും നമുക്കൊന്ന് പോയി കാണണം. നമ്മുടെ അടുത്താണല്ലോ. നമുക്ക് ഇവിടുന്ന് ഒരു 2 വീലറിലാണെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ മതി കേട്ടോ മണ്ണടി അമ്പലത്തിൽ പോകാൻ കേട്ടോ. അത്രയും ദൂരമേ ഉള്ളൂ. എൻ്റെ വീടും നമ്മുടെ ഇവിടുത്തെ വീടുമായിട്ട് ഇടഭാഗത്താണ് മണ്ണടി അമ്പലം. ചരിത്ര പ്രസിദ്ധമാണ്. അവിടുത്തെ ഉത്സവമാണ് ഉച്ചബലി. മണ്ണടി ഉച്ചബലി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേരിയായിട്ട് ഒരു ഉത്സവമൊക്കെയാണ് കേട്ടോ. അതേത് മാനസത്തിലാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അമ്മയെ പോയി എല്ലാം തൊഴുത് പ്രാർത്ഥിച്ചു. മക്കളെയൊക്കെ കാത്തോണേ, എല്ലാവരെയും കാത്തോണേ എന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്നെയും കാത്തോണേ എന്നൊക്കെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പോയി ഇഞ്ഞ് വന്നു ഒരു 4 മണിയായപ്പോൾ. ഇപ്പോൾ ഒരു 5 മണിയായി കേട്ടോ. 4 മണിയായപ്പോൾ ഞാൻ പറഞ്ഞു മോളെ പോയി ചായ ഇട്, പപ്പയ്ക്കും അമ്മയ്ക്കും വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നു. അങ്ങനെ എൻ്റെ കൊച്ചു പോയി
നമ്മുടെ കുഞ്ഞടുക്കളയുണ്ടല്ലോ, കുഞ്ഞടുക്കളയിൽ പോയി കുഞ്ഞു പോയി ചായക്ക് വെള്ളം വെച്ചു. അപ്പോഴുണ്ട് ഞാനിവിടെ നമ്മുടെ വീഡിയോ കാണുമായിരുന്നു, ഓരോരുത്തരുടെ വീഡിയോ നമ്മൾ കാണുമായിരുന്നു. അപ്പോഴാണ് ഇവള് ഒരു ബഹളം ഈ മോൻ്റെ അടുത്ത് വന്നു. ഞാൻ വെച്ചാൽ ഇവർ തമ്മിൽ എപ്പോഴും മിക്കവാറും അടിയൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്, രണ്ടും കൂടെ ഇവിടെ നിൽക്കും. ഇവരങ്ങനെ വഴക്കുണ്ടാവുമെന്ന് വെച്ചു. ഇവള് മൂക്കുവിളി. ഞാൻ വെച്ചാൽ എന്തോ എൻ്റെ കയ്യിൽ നിന്ന് രണ്ടിനും കിട്ടുകയും ചെയ്തേനെ, കാര്യം അറിയാതെ ഞാൻ കൊടുക്കുകയും ചെയ്തേനെ, അവരെനിക്ക് തിരിച്ചു തരികയും ചെയ്തേനെ. അപ്പോൾ ഭാഗ്യത്തിന് ഞാൻ ഓടി ചെന്നു. തെക്കേ മുറിയിൽ നമ്മളെ മുറിയിൽ അണ്ണന് ചോദിച്ചു എന്തുവാന്ന്. ഇവളതൊരു പാമ്പെന്ന് പറഞ്ഞു. എൻ്റെ കൊച്ചു ചെന്ന് അടുക്കളയിൽ ചെന്ന് ചായ ഇട്ടിട്ട് ഞാൻ അടുക്കളയിലെ ഇപ്പോൾ ഒരു കലണ്ടർ ഇട്ടിട്ടുണ്ട്, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് എഴുതി കൂട്ടണമെങ്കിൽ അവിടെ ഒരു കുഞ്ഞ് കലണ്ടർ ഉണ്ട്. അപ്പോഴും നീ എന്താ നോക്കിയത്? ആളെയൊന്ന് എന്താ വിഷുവിന് ഇനിയും കിടക്കുന്ന മേടമാസത്തിലല്ലേ, വിഷു നോക്കിയതാണ്. ഇങ്ങനെ ഓരോ കലണ്ടറിൻ്റെ പേജ് ഇങ്ങനെ കുഞ്ഞ് പറഞ്ഞു ഇങ്ങനെ പൊക്കി നിന്നപ്പോൾ ഉണ്ടല്ലോ ഷൂ എന്നൊരു ശബ്ദം കേൾക്കണം കേട്ടോ. അപ്പോഴവിടെ ഒരു നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ കവർ അവിടെ ഞാൻ രാവിലെ കണ്ടിരുന്നു ഫ്രിഡ്ജിൻ്റെ അടുത്ത്. അന്നേരം അത് വഴിയെങ്ങാണ്ട് ഇത് ഇങ്ങനെ എഴഞ്ഞു വന്നപ്പോൾ ഇവളത് സൗണ്ട് കേട്ട്, കിലികിലാന്നൊരു സൗണ്ട്. കിളി പറയുന്നത് കേൾക്കട്ടെ. അപ്പോൾ ഇങ്ങനെ കിലികിലാന്നൊരു സൗണ്ട്. അന്നേരം അവൾ കുറച്ച് പേപ്പറും എല്ലാം അനങ്ങിയതായിരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും അവൾ പിന്നെയും പുള്ളിക്കാരത്തി വിഷുവാണ് നോക്കുന്നതെന്ന് ഇങ്ങനെ ഓരോ പേജ് പൊക്കിക്കൊണ്ട് നിന്നപ്പോൾ പിന്നെ ഷൂ എന്ന് വിളിച്ചെന്ന്. അപ്പോഴും അവൾ നിന്നിട്ട് തൊട്ട് ഇടത്തെ സൈഡിൽ ഷൂ എന്ന് വിളിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ ഒരാളിങ്ങനെ എങ്ങനെ ഇങ്ങനെ പോകുന്നത് അവൾ അവിടെ അടുത്തോട്ട് വരുന്നത്. ഇവൾ അപ്പോഴാണ് അമ്മയെ ഓടിപ്പോയോ അപ്പയെ ഓടിപ്പോയോ അവനെയൊക്കെ വിളിച്ചത് കേട്ടോ. എൻ്റെ കാര്യം പറയണമല്ലോ, ഞാൻ കണ്ടായിരുന്നെങ്കിൽ ഇന്നെല്ലാം രണ്ടും അവിടെ കഴിഞ്ഞേനെ കേട്ടോ. ഇവിടെ പക്ഷേ ധൈര്യം സംഭരിച്ച് ഞങ്ങളെ വിളിച്ചോട്ട് ഞാനുണ്ടല്ലോ അതിൻ്റെ മേശത്തട്ടുണ്ടല്ലോ നമ്മുടെ ഇപ്പുറത്തെ വലിയ അടുക്കള, അതിൻ്റെ മണ്ട എന്നിങ്ങനെ നോക്കി. പക്ഷെ അവിടെ ഒന്നും കണ്ടില്ല. പിന്നെ നമ്മുടെ അണ്ണനും അപ്പുറത്തെ അച്ചായനും എല്ലാം കൂടെ വന്ന് നോക്കിയപ്പോൾ എവിടെ ആണോ ഇരുന്നത്, ഞാൻ നിന്ന് എപ്പോഴും പാചകം ചെയ്യത്തില്ലേ ആ അടുപ്പിൻ്റെ നമ്മൾ കുറ്റി വയ്ക്കുമല്ലോ, കുറ്റി അകത്തോട്ട് വയ്ക്കുമല്ലോ, അവിടെ അത്രയും ഭാഗത്തേയുള്ള ഗ്യാപ്പ് നോക്കിയപ്പം അവിടെ ഇരിക്കുന്ന ആൾ ചേരക്കുഞ്ഞായിരുന്നു. പക്ഷെ നമ്മൾ പാമ്പാന്ന് തെറ്റിദ്ധരിച്ചു കേട്ടോ, ചേരക്കുഞ്ഞായിരുന്നു. അപ്പോൾ എല്ലാവരും ഗ്രില്ലൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ വന്ന് ഞാൻ അന്നേരം പറയുന്നത് ഞാൻ രാവിലെ തൂത്തപ്പോൾ ഒന്നുമില്ല. പക്ഷേ നമ്മുടെ ഗ്യാസിൻ്റെ ഗ്യാസ് അടുപ്പിൻ്റെ അവിടെ മാത്രമേ ഒന്നിച്ച് ഹോള്, അവിടെ നമുക്ക് തൂക്കാനൊക്കത്തില്ലല്ലോ അത്രയും ഭാഗത്തിന്. രാവിലെ കയറിയതാണെന്ന് എപ്പോഴും കയറിയതാണെന്ന് എനിക്കറിയത്തില്ല. ബാക്കി നമ്മുടെ ഗ്രില്ല് കൊച്ചടുക്കളയുടെ പിന്നെ ആ ഗ്രില്ലായിരുന്നു. പക്ഷെ അതിനകത്തൊന്നും ഇത് കയറാൻ ഒക്കത്തില്ല. പിന്നെ നമ്മൾ മൊബൈൽ വെച്ച് ഇങ്ങനെ വീഡിയോ എടുക്കത്തില്ല, അത്ര ഇങ്ങനെ നെറ്റാണ്, വലിയ നെറ്റാണ്, അതുവഴി കയറിയതാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. എങ്ങനെയായാലും അവൻ അവിടെ പാത്തിരുന്നു. എൻ്റെ പൊന്നേ ഒന്നോർത്തെ അതൊരു പാമ്പായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ. കൊച്ചു പറയാം എൻ്റെ ദൈവമേ ഇന്ന് നമ്മളെന്തോ ചെയ്തേനെ കേട്ടോ. പിന്നെ എന്തായാലും അവനെ ബുദ്ധിമാനം, അവനെ മേളിൽ ചുമ്മാതാ പാമ്പും ചേരയും ടൈലിനകത്ത് എഴഞ്ഞു കയറത്തില്ലെന്ന് പറയുന്നത് വെറുതെയാണേ പിള്ളേർ. അപ്പോഴെല്ലാവരും ശ്രദ്ധിക്കുക, ഡോറൊന്നും തുറന്ന് വിടുന്നു. ഇപ്പം ഈ ചൂട് സമയം ഞാൻ ഇന്നലെ ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലോ, ഞാൻ കണ്ടായിരുന്നു. പക്ഷെ ഇവൻ തന്നെ ആയിരിക്കും കേട്ടോ, ഇവൻ തന്നെയാണ് അവൻ തന്നെയാണ് ഇവൻ കേട്ടോ. അപ്പോഴെല്ലാവരും നല്ലോണം ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ഇന്നലെയാണെന്ന് തോന്നല ഞാൻ പറഞ്ഞത് വീഡിയോക്കകത്ത് പാമ്പിനെ കണ്ട കാര്യമൊക്കെ. വെളുത്തുള്ളിയൊക്കെ അന്നേരം ഞാൻ ഒഴിച്ചത്, പക്ഷെ അവനും പേടിയില്ല. ഇന്ന് ഞങ്ങൾ വെളുത്തുള്ളിയൊക്കെ അതിനകത്ത് തല്ലി ചതച്ചിട്ടപ്പോഴേ ഇയാൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പോൾ അല്ല നമുക്ക് ദൈവം തമ്പുരാന ഓരോ സമയം അങ്ങനെയൊന്നും നടക്കത്തില്ലെന്ന് നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ കേട്ടോ. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കണം കേട്ടോ. എനിക്കറിയത്തില്ല, ഞങ്ങൾക്ക് അറിയാൻ ഞങ്ങൾ രാവിലെ പോലും ഇവിടെ ഇല്ലായിരുന്നു, ആളനൊക്കെ ഒന്നും ഇല്ലാതെ ഇത് ഇതുവഴി കയറിയെന്നും ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. അയ്യോ അങ്ങനെ ഒരു വലിയ സംഭവം. പക്ഷേ ഇതുവരെ നമുക്ക് ആ പെരയ്ക്കകത്തായിട്ട് നമുക്കിങ്ങനെ കയറിയിട്ടില്ല. ഇന്ന് ആദ്യത്തെ സംഭവമാണ്. വെറുതെയാ പറയുന്നത്, ടൈലിനകത്ത് ഇറങ്ങി ഞാൻ പറയാതിരുന്നത് നമ്മുടെ പയ്യാതെ കിടക്കുന്ന നമ്മുടെ അണ്ണൻ്റെ കൈയൊക്കെ ഞാൻ എപ്പോഴും പറയത്തില്ല. അപ്പോഴെല്ലാവരും പ്രാർത്ഥിക്കണേ, ഹോസ്പിറ്റലിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണേ അണ്ണൻ്റെ കാര്യം കേട്ടോ. അപ്പോഴവിടെ അണ്ണനെ എന്താ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ അകത്ത് തന്നെ ആണല്ലോ ബാത്റൂമിൽ പോയിട്ട് ലൈറ്റ് ഇട്ടില്ല പുള്ളി. നമ്മുടെ അണ്ണനും അന്ന് ബാത്റൂമിൽ പോയപ്പോൾ ഹാളിൽ നിന്ന് അങ്ങോട്ട് ബാത്റൂമിലോട്ട് കയറിയപ്പോൾ ലൈറ്റ് ഇട്ടില്ല. ഇവളും ഇനി അടുക്കള കയറിയപ്പോൾ ലൈറ്റ് ഇടാണ്. നമ്മുടെ ആ വെട്ടക്കുറവുണ്ട് നമ്മുടെ ചെറിയ അടുക്കളയ്ക്കകത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ലൈറ്റൊക്കെ ഇട്ട് എപ്പോഴും നമ്മളൊന്നും കയറാവേ. അന്ന് നമ്മുടെ വയ്യാതിരിക്കുന്ന നമ്മുടെ അണ്ണൻ എന്ന് പറഞ്ഞില്ലേ,
പുള്ളി ബാത്റൂമിൽ പോയിട്ട് തിരിച്ചിറങ്ങി വന്ന് ചവിട്ടിയുണ്ടല്ലോ, ആ ചവിട്ടി കാലെടുത്ത് വെച്ചത് എന്തോ ഒരു സാധനം ഇങ്ങനെ കാലെ കയറി. അണ്ണൻ പെട്ടെന്ന് ഇങ്ങനെ കുടഞ്ഞുറിഞ്ഞ് വിളിച്ചു കൂടിയപ്പോൾ പിന്നെ ലൈറ്റ് ഇട്ട് നോക്കിയപ്പോൾ അതൊരു പാമ്പായിരുന്നു. എന്തോ വിഷമില്ലാത്ത എന്തോ ഇനമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാനത് പറഞ്ഞില്ല, മറന്നുപോയി കേട്ടോ പാമ്പിൻ്റെ കാര്യം കേട്ടോ. അപ്പോഴന്നും ദൈവം രക്ഷപ്പെടുത്തി കേട്ടോ. ഇപ്പോഴും ഹോസ്പിറ്റലിലൊക്കെയാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം, എല്ലാവരുടെയും പ്രാർത്ഥന വേണം കേട്ടോ നമ്മുടെ അണ്ണന്. അപ്പോൾ ഞാൻ ഇന്നലെ വൈകിട്ട് പോയായിരുന്നു, പോയി കണ്ട് കുഞ്ഞായിട്ടൊക്കെ സംസാരിച്ചു കേട്ടോ. എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണേ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ചികിത്സയിലൊക്കെയാണ് കേട്ടോ, ഹോസ്പിറ്റലിലാണ് ചികിത്സയിലൊക്കെ ഇരിക്കുവാണ്. അപ്പോൾ പാമ്പിൻ്റെ കാര്യം വന്നപ്പോൾ അന്നേരവും ദൈവം രക്ഷപ്പെടുത്തി കേട്ടോ. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കണം കേട്ടോ പാമ്പും ചേരയൊക്കെ. ഇപ്പോൾ ഇവിടെ എല്ലാം നമ്മുടെ ഇവിടെയൊക്കെ ഈ ചെരുപ്പും ഈ ചെടികളും ഒക്കെ ഉണ്ട് ഇവിടെ. എനിക്കറിയത്തില്ല ഇനി. അപ്പോൾ ഇതിനെയൊക്കെ കണ്ട ഒരു തുള്ളി മണ്ണെണ്ണ ഒഴിക്കാൻ നോക്കി, അല്ല അതിൻ്റെ ദേഹത്തിൽ നമുക്ക് കുടഞ്ഞാൽ മതി. എന്നിട്ട് ഇവർക്കൊക്കെ പേടിയാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനീ ചേരയുടെ കാര്യം വന്നതാണ് കേട്ടോ. അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇതായിപ്പോയി കേട്ടോ. അപ്പോൾ അതൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. ഇച്ചിരി വീഡിയോ എടുത്തിട്ടുണ്ട്. മോൻ മേളിൽ കയറി, ഞാൻ അതിൻ്റെ പൊക്കത്തിൽ കയറി ഇതിനെ കണ്ടുകൊണ്ട് കേട്ടോ. അവൻ പിന്നെ ഇച്ചിരി വീഡിയോ എടുത്ത് ആ കുട്ടിയുടെ അടുത്തിരിക്കുന്ന ഇച്ചിരി ഒന്ന് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊന്ന് കാണാം കേട്ടോ. പിന്നെ ഇന്ന് അതൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ അമ്പലത്തിൽ പോയ കുഞ്ഞു വിശേഷങ്ങൾ ഇച്ചിരി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വന്ന് തൊഴണം, അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കണം. അടുത്തുള്ളവരൊക്കെ പോയി തൊഴണം കേട്ടോ. ഞാനും അടുത്തൊക്കെയാണ്, പക്ഷേ ഇന്നും നമുക്ക് പോകാനൊക്കത്തില്ല. എന്തായാലും ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ അമ്മയുടെ അടുത്ത് ഒന്ന് പ്രാർത്ഥിച്ച് തൊഴുതിട്ടേ ഞാൻ പോകത്തുള്ളൂ. അത് ഏതൊരു അമ്പലമാണെങ്കിലും എനിക്ക് അങ്ങനെയൊന്നുമില്ല. പള്ളിയാണെങ്കിലും നമ്മുടെ മുസ്ലിം പള്ളിയാണെങ്കിലും ക്രിസ്ത്യൻ പള്ളിയാണെങ്കിലും അമ്പലമാണെങ്കിലും ഞാനൊന്ന് കുമ്പിട്ടിട്ട് എവിടേക്കാണെങ്കിലും പോകത്തുള്ളൂ കേട്ടോ. ഏതൊരു അമ്പലമാണെങ്കിലും ഏതൊരു പള്ളിയാണെങ്കിലും ഞാനൊന്ന് കുമ്പിട്ട് പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചിലർ വിചാരിക്കും എന്തിനാ തൊഴുന്നേ, എന്തിനാ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ നമുക്കെല്ലാം ഓരോ വിശ്വാസങ്ങളാണ് കേട്ടോ. ഒരു ഹോസ്പിറ്റലിൽ തന്നെ നമ്മളിരുന്നോട്ടോ, അവിടെ എന്തെല്ലാം ദൈവങ്ങൾ, യേശു കാണും, നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം ഏതൊക്കെ ദൈവങ്ങളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു കുറച്ചെങ്കിലും അനുഗ്രഹങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിലും ഒക്കെ ഞങ്ങളെ ഓർക്കണം, എൻ്റെ അണ്ണനെയും ഓർക്കണം കേട്ടോ. ഞാനെപ്പോഴും പറയുന്നേ കേട്ടോ. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് കാണാം ഇന്ന്. അതൊക്കെ ഉള്ളു കേട്ടോ. പിന്നെ നമുക്ക് ഹോസ്പിറ്റൽ കേസുകളും ഒക്കെ വരുമ്പോൾ നമുക്ക് ഒരു വിഷമവും സങ്കടങ്ങളും ഒക്കെ കാണാൻ ഇന്നിപ്പോൾ അണ്ണം പോവും. ഞാൻ ഇന്നലെ പോയി കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ ഓർക്കുക. നമുക്ക് ആ വീഡിയോ കാണാൻ കേട്ടോ. ഇച്ചിരി ഉള്ളൂ. ഞാനിപ്പോൾ ഇൻട്രോ പറഞ്ഞത് തന്നെ ഒത്തിരി കാണും. പക്ഷേ എന്നാലും നമ്മളെ വീട്ടമ്മമാർ ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. ഞാനും ഇതൊക്കെ എനിക്ക് പേടിയായി. ഇനിയിപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടതുകൊണ്ട് എനിക്കൊരു പയ്യെ കണ്ടാലും എൻ്റെ മോനോട് ചോദിച്ചാൽ മതി, ഞാൻ നിലവിളിക്കും. ഈ കടമ്പനാട് ദേശം മൊത്തം ഇളക്കുന്ന ഒരാൾ അപ്പോൾ ഒരു പാമ്പിനെയും ചേരയും കണ്ടാലോ നിങ്ങളൊന്ന് പറഞ്ഞ്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ പാമ്പിനെ കണ്ട അണ്ണനെ വിളിച്ചു കൂവിയെന്നൊക്കെ. അയ്യോ നമ്മൾ പേടിക്ക് ഇതിനെയൊക്കെ കണ്ട. നമുക്ക് എന്നാലും അതൊക്കെ ഒന്ന് കാണാൻ പോകാം കേട്ടോ. ഓം ശ്രീ മഹാഗണപതേ നമഃ. ഓം ശ്രീ ഗണപതേ നമഃ. ഓം ശ്രീ ഗണപതേ. എല്ലാം ഉണ്ടോ കൃഷ്ണ കൃഷ്ണ ഹരേ അടച്ചു
ഞാനിങ്ങനെ നോക്കിയിരിക്കും. ചൈതന്യത്തിന് ഓട്ടം തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതാണ് പ്രമാണം. അങ്ങനെ ശുദ്ധമായിട്ട് ആ ബിംബത്തെ സ്പർശിക്കുന്നത് കൊണ്ട് അത് വളരെ ചിട്ടയിൽ വെച്ചിട്ടുള്ള ചടങ്ങ്. അതിങ്ങനെ അവര് ഈ കുറെയൊക്കെ നടത്തി പോരുന്നുണ്ട്. ഇപ്പൊ ഒക്കെ മാറ്റം വന്നിട്ടുണ്ട്. അവിടെ ബോധമില്ല, എല്ലാവരുടെ കൂടെ ഭക്ഷണം കഴിച്ച് ശീലമാണ്. അവിടെ വരുമ്പോൾ അവരത് സമ്മതിക്കില്ല. നമ്മൾ വായിക്കാൻ വരുമ്പോൾ വായനക്കാർക്ക് ഈ നമ്പൂരി വെച്ച ഭക്ഷണം തന്നെ, അല്ലെങ്കിൽ ഏതെങ്കിലും എംബ്രാന്തിരി ആരെങ്കിലും അവർ വെച്ച ഭക്ഷണം കഴിക്കണം, മറ്റുള്ളവർ വെച്ചത് കഴിക്കരുത് എന്നാണ് അവിടുത്തെ നിയമം. നമ്മളത് അംഗീകരിക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ അധികം ആൾക്കാർ നമ്മളെ വിളിക്കാറില്ല. ഇതൊക്കെ ഓരോ ആചാരാനുഷ്ഠാനത്തിന്റെ വിഷയമാണ്. ഇവിടെ ഈ ഉണ്ണിയെ സംബന്ധിച്ച് ഈ രൂപം കണ്ടാൽ തന്നെ എടുക്കില്ല. അങ്ങനെയാണ് ഇന്റർവ്യൂ നടത്തിയപ്പോൾ സാന്ദീപനി മഹർഷി അത്ഭുതപ്പെട്ടു. കാരണം ഓരോ ചോദ്യത്തിനും ഗംഭീരമായ മറുപടി. അപ്പൊ പേപ്പറിന്റെ സൗണ്ട് കേട്ടത്. ഞാനേ ഇന്നലെ ഞാൻ സ്വർണ്ണത്തിനെ കണ്ട, അങ്ങനെ ഞാൻ ഇവിടെ വെളുത്തുള്ളിയെല്ലാം ഞാൻ കലക്കി ഒഴിച്ചു. ഇവിടെ കുറച്ച് ആയിടാൻ വന്നതാ. അപ്പോഴും അവളിങ്ങനെ നോക്കി വേണതാ. ഇവിടെ ഞാൻ ഇവരോട് വഴക്കുള്ള ഇല്ല അവിടെ കിടക്കുന്നെന്ന്. ഇവിടെ അങ്ങനെ വിളിച്ചു ഇത് ഇന്നലെ കണ്ടു. ഇവിടെ എല്ലാം ഞാൻ ഇത് വെളുത്തുള്ളി ചതച്ച് ഇട്ട് ഞാൻ ചേരക്കുഞ്ഞ് ഇതുവഴി ഇത് അടച്ചിട്ടില്ല. ഇപ്പം ഞാൻ അടച്ചതാണ് കേട്ടോ. അടച്ചു വെച്ചത് എനിക്ക് പേടി ഇവിടെ നിൽക്കാൻ. നമ്മുടെ ഈ നമ്മുടെ ഈ കുഞ്ഞടുക്കളയെ പിന്നെ എന്താ ബെടമുണ്ടെന്ന് വെച്ചാൽ ഇതേ ഉള്ളൂ കേട്ടോ. ഈ ഗ്യാസിൻ്റെ അടുത്ത് ഇത് ഗ്യാസ് വെക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ വെച്ചേക്കും കേട്ടോ. അതുകൊണ്ട് നമുക്ക് അടയ്ക്കാൻ നോക്കത്തില്ലല്ലോ, അല്ലെങ്കിൽ പൊക്കിയൊക്കെ എടുക്കണം, അത് പാടാം. ഗ്യാസ് കുറ്റി ഇതിൻ്റെ ഇടത്താണ് വെക്കുന്നത്. അപ്പോൾ അത്രയും ഒരു ഹോളിനകത്തൂടെ കാത്തിരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഇനി അവിടെ നിൽക്കാൻ പേടിയാണ്. ഇനി ഞാനെന്തോ ചെയ്തു, ഒരു തടി കഷ്ണം കൊണ്ടുവന്നത് ഈ പേപ്പറൊക്കെ പൊതിഞ്ഞ് ആരും കാണാതെ ഇങ്ങനെ എടുത്ത് വെച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എനിക്ക് പേപ്പർ ഇനി ഇവിടെ നിൽക്കാൻ. അപ്പോൾ ഇത് ചേരക്കുഞ്ഞ് കയറി ഇതേ ഇതിനകത്തൂടെ ഉണ്ടല്ലോ, അറയുണ്ടല്ലോ, അയ്യോ ആ അറയ്ക്കകത്തൂടെ കയറി അവൻ്റെ ഇനി അറ്റത്ത് അറയ്ക്കകത്തൂടെ. അപ്പോഴത്തേനും നമ്മൾ ഈ ഡോറെല്ലാം തുറന്നിട്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതുവഴി ദേ ഈ അറ്റത്തൂടെ കയറി ദേ അവൻ എതിലെയാന്ന് പോയത്, ഇതിലേ പോയി. അപ്പോൾ ഈ നെറ്റല്ല, കുഞ്ഞു പൂച്ച, ചെറിയ പൂച്ച ഇതിലേ കയറി. അപ്പോഴങ്ങനെ ഈ നമ്മുടെ പച്ച നെറ്റുണ്ടല്ലോ വാങ്ങിച്ച് ഇങ്ങനെ നമ്മൾ കെട്ടി വെച്ച് ഞാൻ. അപ്പോൾ ഇവിടെ ഇത്ര ഒരു ഹോളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കെട്ടിയതാണ് ഇതൊക്കെ. ഇതിപ്പോൾ മുറിക്ക് നമ്മൾ ഫിറ്റ് ചെയ്ത് കേട്ടോ കെട്ടി വെച്ചതാണ് ഇന്ന്. ഇത്തിരി ചെറിയ ഹോളിൽ കൂടെ ഇവൻ രക്ഷപ്പെട്ടത് കേട്ടോ. എൻ്റെ പൊന്നെ, ഇനി ഇവൻ ഇതുവഴി കയറി വന്നതാണോ എന്തോ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ഇവൻ കയറിപ്പോയത് താഴ്ന്നതേ ഇങ്ങനെ കയറി ഇതുവഴി അവൻ കയറിപ്പോയത് കേട്ടോ. എങ്ങനെയാണെന്നറിയാമോ ഇവൻ കയറിയത് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല, ഒന്നും അറിയത്തില്ല. നമ്മുടെ ഗ്രില്ല് ഈ ഡോറിന് എപ്പോഴും ഞാനിവിടെ അടച്ചിട്ടിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഇനി തുറന്ന് കിടന്ന സമയത്തെങ്ങാനും കയറിയതാണോ ഒന്നും അറിയത്തില്ല കേട്ടോ. എങ്ങനെ ഒന്നും നമുക്കറിയത്തില്ല. പിന്നെ നെറ്റ് എന്തുവാ ഗ്രില്ലടിച്ചേക്കുന്നത് ഇതേ ഉള്ളൂ. അപ്പോഴേ ഇത്ര പൊക്കത്തിലൊക്കെ ചേരയൊക്കെ കയറും എനിക്കറിയത്തില്ല. ഇപ്പോഴത്തെ ഇത്ര ഭാഗവും നമുക്ക് വെട്ടം കിട്ടാൻ വേണ്ടി നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിലേ ഒന്നും കയറാൻ ചാൻസ് ഇല്ല. ഇതിപ്പം നമ്മളില്ലാതിരുന്ന തക്കത്തിന് കണ്ട് ഗ്രില്ല് വഴിയോ അവൻ ഓടിപ്പോയ വഴിയക്കടോ അങ്ങാണ്ട് കയറി വന്നതാണ് കേട്ടോ. എന്തായാലും എല്ലാവരും സൂക്ഷിക്കണം. അവന് പാത്തിരിക്കാൻ കണ്ടോ ഒരു സ്ഥലം കണ്ടോ എൻ്റെ ഗ്യാസിൻ്റെ കീഴത്ത്. ബാക്കിയെല്ലാം ഇങ്ങനെ അടവല്ലേ, എല്ലാം അടച്ചു വെച്ചേക്കുക കേട്ടോ. കബോർഡേ ഫുള്ളായിട്ട് കിടക്കുമല്ലോ. എനിക്കിനി അവിടെ നിന്ന് പാചകം, പക്ഷെ കുഴപ്പമില്ല കേട്ടോ. രാവിലെ ഞാൻ രാത്രിയാകുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ആക്കുമല്ലോ, പിന്നെ രാവിലെ അല്ലേ എടുക്കത്തുള്ളൂ. പിന്നെ അന്നേരം അങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ പിന്നെ ഓണാക്കും. അതേ ഉള്ളു നിർവാഹം. ഇനി എനിക്ക് പേടി അവിടെ നിന്ന് പാചകിക്കാം. ഇവനിങ്ങനെ വളഞ്ഞു പോയത് ഇതിലെയാണല്ലോ എന്നൊക്കെ ഓർക്കും. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? അടച്ചു വെച്ചു, എന്നാലും എനിക്ക് പേടിയാണ് കേട്ടോ. ഇതുവഴിയോ ചാടിപ്പോയത്, നിങ്ങളൊന്ന് പറ.
അവൻ എന്തൊരു തന്ത്രശാലിയാണ്, ബുദ്ധിമാനാണ് അല്ലയോ. അപ്പോഴെല്ലാവരെയും ഞാൻ കാണിച്ചു തന്നത് സൂക്ഷിച്ചും കണ്ടും ഒക്കെ അടുക്കളയിൽ നിന്നോണം കേട്ടോ. എല്ലാവരും അതിന് വേണ്ടിയാണ് കാണിച്ചു തരുന്നത് കേട്ടോ. ഞാനും പൊട്ടിപ്പെണ്ണു, എനിക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പോഴത്തെ ചേരയ്ക്കും പാമ്പിനും ഒന്നും ഒരു പേടിയില്ല, ഒന്നുമില്ല കേട്ടോ. ഏത് വഴിയാണെങ്കിലും അവന്മാർ കീറും കേട്ടോ. ചുമ്മാ ടൈലെ കട കയറത്തില്ലെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. പാമ്പിനെയും ചേരയൊക്കെ കണ്ട് പേടിച്ചു രണ്ടും കഴിച്ച് ഞാൻ നിൽക്കുക കേട്ടോ. അപ്പോഴും നമ്മുടെ വിശേഷങ്ങൾ തീർന്നു. ഞങ്ങളുടെ കൊല ഇനിയും കിടക്കുന്നു. അനാഥമായി കിടക്കുന്ന കൊല, തിന്നാനും ആളില്ല. കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു കേട്ടോ. ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതൊക്കെ കാണിച്ചു തരും നമ്മളെ വീട്ടമ്മമാരെല്ലാം അറിഞ്ഞിരിക്കണം ഇതൊക്കെ കേട്ടോ. പാമ്പും ചേരയും എല്ലാം കാണും നമ്മളെ പേടിപ്പിക്കാനായിട്ടൊന്നും പേടിക്കേണ്ട. ദൈവമൊന്നും ആർക്കും ഒരാപത്തും വരുത്തരുത് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. നമ്മുടെ കൊലയിൽ നാടുന്നുണ്ടോ.